ഏണസ്റ്റ് ഹെമിംഗ്വേ, അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന സീരീസിൽ 10ാമത്തെ പരിപാടിയായിട്ടാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ വന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന മോഡേൺ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഏതാണ്ട് 62 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എങ്കിലും ആ കാലഘട്ടത്തിൽ സാഹസികതയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഹെമിംഗ്വേ. സാഹസികത എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് നായാട്ട്, മീൻപിടുത്തം, പിന്നെ യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ മുന്നണിയിലേക്ക്. വാസ്തവത്തിലൊരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ഒരു ഡോക്ടറുടെയും അതുപോലെ ഒരു സംഗീത വിദുഷിയായ അമ്മയുടെയും മകനെ 6 മക്കളിൽ രണ്ടാമനായിട്ടാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ ജനിക്കുന്നത്. ഗ്രേസ് എന്ന അമ്മയ്ക്കും അതുപോലെ തന്നെ ക്ലാരൻസ് എന്ന് പറയുന്ന അച്ഛനും രണ്ടുപേർക്കും സാമ്പത്തികമായിട്ട് നല്ല അടിയുറച്ച സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബം തന്നെയായിരുന്നു. പക്ഷെ എങ്കിലും അവിടെ ഒന്നും നിൽക്കാതെ അദ്ദേഹം പലപ്പോഴും സാഹസികമായ യാത്രകളും സാഹസികമായ ജോലികളുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് അദ്ദേഹം യുദ്ധം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ യുദ്ധത്തിൽ ചേരണം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും അച്ഛനും അമ്മയും സമ്മതിക്കുമായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം 1ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് അമേരിക്കൻ സൈന്യത്തിനോടൊപ്പം ചേർന്ന് ഇറ്റലിയിൽ പോയി, അതായത് യൂറോപ്പിലേക്ക് പോയി ഇറ്റലിയിൽ വെച്ച് ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ചൊരു ഷെല്ലാക്രമണത്തിൽപ്പെട്ട് 227 മറ്റോ മുറിവുകൾ ശരീരത്തിലുണ്ടാവുകയും ചെയ്തിട്ട് അത് ചികിത്സിക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്രയോ നാളുകൾ കിടക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും എന്തിനതൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത്തരത്തിലുള്ളതായ സാഹസിക ജീവിതമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. സാഹസികതയുള്ള ഒരു സർഗവാസനയായിരുന്നു അദ്ദേഹത്തിൻ്റെത് പല നിരൂപകരും എടുത്തു കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പരിചയപ്പെടുന്ന തന്നെക്കാൾ വളരെ പ്രായക്കുറവുള്ള ആഗ്നസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് അടുക്കുന്നു. അതുപോലെ തന്നെ അതിന് ശേഷവും കുറച്ച് കഴിഞ്ഞപ്പോൾ ആഗ്നസിൽ നിന്ന് മാറി ആഗ്നസും ഈ ഏണസ്റ്റുമായിട്ടുള്ള ബന്ധം അത്ര കാര്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇയാൾ യുദ്ധത്തിൽ മുഴുവൊക്കെ പറ്റി തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹാഡ്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, പൗളി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇദ്ദേഹം എല്ലാറ്റിലും പുതുമ ദർശിക്കാൻ ആഗ്രഹമുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അദ്ദേഹം ജോലി ചെയ്യുന്നത് കൻസാസ് സിറ്റി സ്റ്റാർ എന്ന് പറയുന്ന ഒരു പത്രത്തിലാണ്. അവിടെ ഏതാണ്ട് 200 ദിവസം ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള നല്ല ഗദ്യം എഴുതാനും നല്ല രീതിയിൽ തനിക്ക് കിട്ടുന്നതായ വിഷയങ്ങളെ നല്ല രീതിയിൽ വീണ്ടും അതിനെ ആവർത്തിച്ച് അതിനെ നല്ല രീതിയിലുള്ള ഗദ്യമായിട്ടും നല്ല രീതിയിലുള്ള വിഷയത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നതൊക്കെ ആയിട്ടുള്ള വരുന്നത് അപ്പോഴാണ്. കൻസാസിലെ ജോലിയാണ് അത്രേ. ക്യാൻസ്റ്റാർ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ജോലി കൊണ്ടാണ് അദ്ദേഹം നല്ല ഗദ്യം എഴുതാൻ പഠിച്ചത് എന്ന് ഒരിടത്ത് എഴുതിയത് ഞാൻ വായിച്ചു. ആ നല്ല ഗദ്യം എഴുതുകയും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എല്ലാവരും എപ്പോഴും പറയുന്നത് ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഏറ്റവും നല്ല പുസ്തകമാണ്. പക്ഷേ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ സാഹസികതയിൽ അധിഷ്ഠിതമായ ഒരു പുസ്തകമാണ്. എനിക്കതിനേക്കാളൊക്കെ ഇഷ്ടമായിട്ട് തോന്നിയത് ഫെയർവെൽ ടു ആർട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേറൊരു നോവലാണ് ഞാൻ കൂടുതൽ വായിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ജീവിതമുണ്ട്. അതിൽ ജീവിതത്തിൻ്റെ നാനാതുറകളെക്കുറിച്ചും ഒരു എഴുത്തുകാരന് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ടുള്ള ഒരു നല്ല രചനയാണ് ഫെയർവെൽ ടു ആർട്സ്. അതിന് അദ്ദേഹത്തിന് ആദ്യം തന്നെ $1400 മറ്റോ പ്രതിഫലമായിട്ട് കിട്ടുന്നതിനെ കുറിച്ച് ഒരിടത്ത് വായിക്കുകയുണ്ടായി. അത്രയേറെ ആ പുസ്തകം ആ കാലത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കാമുകിയായിട്ട് വരുന്നത് ഈ ആഗ്നസ് തന്നെയാണ്. ആദ്യം അതായത് മിലിറ്ററി
സൈനിക സേവനത്തിൽ ഇടപെട്ട് അതിൽ ഈ ഷെല്ലാക്രമണത്തിൽപ്പെട്ട് മിലാനിലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹം പരിചയപ്പെടുന്ന ഒരു നേഴ്സാണ് ഈ ആഗ്നസ്. അവരദ്ദേഹത്തെ ഒരുപാട് ശുശ്രൂഷിക്കുന്നുണ്ട്. ആ ആഗ്നസുമായിട്ടുള്ള ജീവിതവും താൻ എത്ര പ്രായമായാലും ആഗ്നസിനെ മറക്കില്ല, ആഗ്നസ് തൻ്റെ കാമുകനായിരിക്കും എന്നൊക്കെ അന്ന് തന്നെ പ്രസ്താവിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഈ ഇതിൽ വരുന്നുണ്ട്, ഫെയർവെൽ ടു ആംസിൽ. പിന്നീട് അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ആഗ്നസിൽ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു കാമുകിമാരിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എഴുത്തിന് വരുന്ന വെറൈറ്റി അല്ലെങ്കിൽ വ്യത്യസ്തത, വൈരുദ്ധ്യം, അത് ഒരു എഴുത്തുകാരൻ്റെ കൈമുതലായിട്ട് മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളൊക്കെ വേണം. അങ്ങനെയുള്ള പ്രത്യേകതകൾ സർഗവാസനയിൽ വെച്ചു പുലർത്തിയിരുന്ന ഒരു എഴുത്തുകാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ക്ലാരൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൈത്തോക്ക് കൊണ്ട് വെടിവെച്ചിട്ടാണ് മരിക്കുന്നത്, ജീവിതം മടുത്തിട്ട്. ആദ്യമേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നത് ഇദ്ദേഹത്തിന് അല്പം മാനസികമായ അസുഖങ്ങളുണ്ടായിരുന്നെന്നും അത് അമ്മയ്ക്കുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് ഇദ്ദേഹത്തിന് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ മടുപ്പ് അല്ലെങ്കിൽ എല്ലാറ്റിനോടും വരുന്ന ഒരു വെറുപ്പ് ഇദ്ദേഹത്തിൻ്റെ എഴുത്തിലൊക്കെ നമ്മൾ പ്രകടമായിട്ട് കണ്ടിരുന്നു. നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 61-ാമത്തെയോ 62-ാമത്തെയോ വയസ്സിലാണ് അദ്ദേഹത്തിന് ഭയങ്കരമായ ഡിപ്രഷൻ തൻ്റെ സ്വഭാവത്തിൽ കാണുന്നത്. അത് കുറച്ച് കൊണ്ട് നടന്നു, പല സ്ഥലത്തും ചികിത്സിച്ചു, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ചികിത്സിച്ചിട്ടൊന്നും മാറാതെ അവസാനം അതുമായിട്ട് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തുന്നു. വീട്ടിൽ ഭാര്യയുടെ ശ്രദ്ധയില്ലാത്ത ഒരു ദിവസം കൈത്തോക്ക് കൊണ്ട് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അധികം വയസ്സൊന്നുമില്ല, 62 വയസ്സേ ഉള്ളൂ. അത്രയും വേഗം തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സർഗവാസനയെ കുറേ കൂടി പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, കുറേ കൂടി ആ സർഗവാസന അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങളും നല്ല ഭാഷയും നല്ല രീതിയിലുള്ളതായ എഴുത്തുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ കൂടുതൽ പറയാതെ മൈക്ക് നമ്മുടെ മുഖ്യ പ്രാസംഗികനായ കൃഷ്ണനായർ മാഷിന് കൊടുക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എല്ലാവരെക്കുറിച്ചും, എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയാൻ അദ്ദേഹം തയ്യാറാണ്. നമുക്ക് ആ പുസ്തകം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിക്കാം. അദ്ദേഹത്തിലൂടെ നമുക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേയെ കുറേ കൂടി മനസ്സിലാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ മുഖ്യ പ്രാസംഗികനായ പി വി കൃഷ്ണനായർ മാഷെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വിശ്വസാഹിത്യം മലയാളത്തിൽ എന്ന പരിപാടി നടത്തിയിട്ട് ഇന്ന് വരെ വിശ്വസാഹിത്യത്തിലെ ഒരു എഴുത്തുകാരനും കിട്ടാത്ത അത്ര സ്ത്രീ വിദ്വേഷിയായിട്ട് ഹെമിംഗ്വേയെ ചിത്രീകരിച്ചു എന്നൊരു നല്ല പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം അല്ല, അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ അങ്ങനെയല്ലേ പറയണത്. അത് സെറ്റാണെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ഗ്രേസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ കുറച്ച് സമ്പന്ന വർഗത്തിൻ്റെ ഒരു ഇതാണ്. മാത്രമല്ല അവർക്ക് കുറേയേറെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ അവരൊരു നല്ല ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് അവർ ഈ ഹെമിംഗ്വേയുടെ 6 മക്കളുണ്ട്. അവർക്ക് 2ാമത്തെ മകനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. ഹെമിംഗ്വേയുടെയും മറ്റു കുട്ടികളുടെയൊക്കെ പ്രവൃത്തികളെ എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു ഇതിൽ പറയുന്നുണ്ട്, ഈ ഹെമിംഗ്വേ ഒരു നീലക്കൊക്കിനെ വെടിവെച്ചിട്ടു. അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവരതിനൊരു കുമ്പസാര എഴുതി വെച്ചു, അത് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഏണസ്റ്റ്. ആ നിയന്ത്രണങ്ങൾ ഇയാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അങ്ങേരുടെ മനസ്സിൽ മുഴുവൻ ഈ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യാനുള്ള അത്യധികമായ ആഗ്രഹമായിരുന്നു. 18 വയസ്സാകുമ്പോഴത്തേക്ക് എന്നെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു.
അതിൽ പറയുന്നുണ്ട്, അമ്മയുടെ ഈ നിയന്ത്രണങ്ങൾ ഇങ്ങനെ വല്ലാതെ കൂടിയപ്പോൾ അമ്മയോട് കുറച്ച് പരുഷമായിട്ട് കുറച്ച് അകന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെയും സഹോദരന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഒരു വാലൂൺ എന്ന് പറയുന്ന ഒരു തടാകത്തിൽ ഇതിന് പോയി, എന്താണ് സ്വിമ്മിങ്ങിനും ഒക്കെ ആയിട്ട് ബോട്ടും ഒക്കെ ആയിട്ട് പോയി. വരുന്നത് രാവിലെയാണ്, ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട്. അത് അമ്മയ്ക്ക് ഒട്ടും പിടിച്ചില്ല. ഇനി എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ വീട്ടിൽ വരണ്ട, നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം മരണം വരെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴും, പക്ഷെ അവിടെ താമസിക്കുന്നില്ല. അങ്ങനെ അമ്മയോട് തൻ്റെ പല സ്വാതന്ത്ര്യത്തെയും പിടിച്ചു വയ്ക്കുകയും പല സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന അമ്മയോട് പരുഷമായിട്ട് പെരുമാറാൻ വേണ്ടി മാത്രമാണ് സ്ത്രീ വിദ്വേഷിയാണെന്ന് കാണിച്ചത്. ഒരിക്കലും സ്ത്രീ വിദ്വേഷിയല്ല. അദ്ദേഹം ഒരുപാട് കാമുകിമാരും ഒരുപാട് പെൺ സുഹൃത്തുക്കളും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. സർഗവാസന വല്ലാതെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് പലതും ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അമ്മയോടും ദേഷ്യമൊന്നുമില്ല. അതിൽ തന്നെ പിന്നീട് പറയുന്നുണ്ട്, 1928 അച്ഛൻ മരിക്കും, ക്ലാരൻസ് വെടിവെച്ച് മരിച്ചതിന് ശേഷം അമ്മയുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യത്തോടുകൂടി നോക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ഈ ഏണസ്റ്റാണ്. അപ്പോൾ മാത്രമല്ല, ഇയാൾക്ക് ഫെയർവെൽ ടു ആംസ് എന്ന് പറഞ്ഞതിന് കിട്ടിയ 1400 പിന്നെ അതിവേദയ്ക്കോ സിനിമകളാക്കിയ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമകളാക്കിയപ്പോൾ കിട്ടിയ പ്രതിഫലങ്ങളും എല്ലാം കൂടി ചേർത്ത് അമ്മയ്ക്കൊരു ഫണ്ട് രൂപീകരിച്ച് കൊടുത്ത് അതിലവരെ സുരക്ഷിതയാക്കി നിർത്തുന്ന ഒരു മകനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അത് ദേഷ്യം കൊണ്ടാവില്ലല്ലോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീയോട് ദേഷ്യമൊന്നുമില്ല. അമ്മയുടെ പറയുന്നുണ്ട്, എൻ്റെ മുറിയിൽ നിന്ന് ആവശ്യമില്ലാത്ത കടലാസുകളാണെന്ന് പറഞ്ഞ് എല്ലായിടത്തും വലിച്ച് പുറത്ത് കളയരുത്, അതിൽ പലതും എനിക്ക് ആവശ്യമുള്ളതാണ്, ആ പ്രവൃത്തി ആദ്യം നിർത്തണം എന്ന് അമ്മയോട് നിർബന്ധമായിട്ട് പറയുന്ന ഒരു ഭാഗവും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ, അഭിപ്രായങ്ങളെ ഒക്കെ തേജോവധം ചെയ്യുന്ന അമ്മയുടെ പ്രവൃത്തിയോടാണ് ദേഷ്യം. അമ്മയോടല്ല ദേഷ്യം, സ്ത്രീയോടല്ല ദേഷ്യം. സ്ത്രീ അദ്ദേഹത്തിന് ഇഷ്ടമാണ്.